ലഹരി എന്നുള്ളത് വളരെ റൊട്ടീൻ പോലെ ആയിപ്പോയിരിക്കുന്നു. വീട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മളുടെയൊക്കെ കുട്ടികൾ വിദേശത്ത് പോകുന്നവർ പലരും ഇത്തരമൊരു മൂല്യച്യുതിയിലേക്ക്, ഇത് മൂല്യച്യുതിയാണ്. ഇത് അത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ ആ ഒരു ലഹരിയെക്കുറിച്ച് ഇത്രയും ലഘുവായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എത്ര കോമൺ ആയിപ്പോയി ചിന്തിക്കും. സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. സമീക്ഷ. കുറച്ച് നാളുകൾക്ക് മുൻപാണ് RTO ഓഫീസിൽ ജോലിയുള്ള ഓഫീസർ കേഡറിൽ ജോലിയുള്ള ഒരുത്തൻ, കിട്ടുന്ന സാലറിയെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാവും. ശമ്പളത്തിൻ്റെ 100 ഇരട്ടിക്ക് ഇമ്പളം കിട്ടുന്ന ജോലിയാണ് RTO ഓഫീസിലെ ജോലിയെന്ന് നമുക്കറിയാം. അങ്ങനെ ജോലിയുള്ള ഒരുത്തൻ കിട്ടിയ കാറ് അവൻ വിചാരിച്ച കാറ്റഗറിയിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ ആക്രമിക്കുകയും ആ പെൺകുട്ടി വീട്ടിൽ പറയാൻ മടിച്ച് ആത്മഹത്യ ചെയ്ത വിഷയം കേരളത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയ വിഷയമാണ്. എത്ര ലജ്ജാകരമാണെന്ന് ആലോചിച്ച് നോക്കൂ. യുവാക്കന്മാർ പണത്തിന് വേണ്ടി ഭാര്യമാരെ ആക്രമിക്കുന്ന ആ ഒരു ആണത്തമില്ലായ്മ, വ്യക്തിത്വമില്ലായ്മ എത്രത്തോളം നീചമാണെന്ന് ആലോചിച്ച് നോക്ക്. ഇതേപോലെ തന്നെ പാരൻസിനടുത്ത് പണത്തിന് വഴക്കുണ്ടാക്കുന്ന കുട്ടികളുണ്ട്. അത് ആൺപെണ്ണ് വ്യത്യാസമില്ലാതെ പാരൻസിനടുത്ത്. വാസ്തവത്തിൽ ആരാണ് നമ്മെ പോറ്റേണ്ടത്? ഒരു വ്യക്തിയെ പോറ്റേണ്ടത് ആരാണ്? പാരൻസിൻ്റെ ചുമതല എന്താണ്? സാമ്പത്തികമായിട്ട് ഒരു വ്യക്തിയോട് പാരൻറ്റിനുള്ള ചുമതല നല്ല ഒന്നാന്തരം വിദ്യാഭ്യാസം നൽകാനുള്ള ചുമതല മാത്രമാണ്. അല്ലാതെ ജനിപ്പിച്ചു പോയി എന്ന കുറ്റത്തിന് പാരൻസ് മരിക്കുന്നത് വരെ അവരുടെ കഴുത്തെ തൂങ്ങിക്കിടക്കുമെന്ന് വാശി പിടിക്കുന്നത് എന്ത് തരം മര്യാദയാണ്? നമ്മളെല്ലാ കാര്യത്തിലും വെസ്റ്റേൺ സൊസൈറ്റിയെ വല്ലാതെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നവരല്ലേ. നമുക്കറിയുന്ന കാര്യമില്ലേ, വെസ്റ്റേൺ സൊസൈറ്റികൾ പ്രത്യേകിച്ചും US പോലത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് രാജ്യങ്ങളിൽ 12 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ മാതാപിതാക്കളോട് പണം ചോദിക്കുന്നത് ആക്ഷേപമായിട്ടാണ് കരുതുന്നത്. 12 വയസ്സായ കുട്ടികൾ ബേബി സിറ്റിംഗ് പോലുള്ള ചെറിയ ജോലികൾ ചെയ്ത് സെൽഫ് ഏൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, സ്വന്തമായി ഏൺ ചെയ്യാൻ ശ്രമിക്കും. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പാരൻസിനോട് ചോദിക്കുന്നത് വലിയ ആക്ഷേപമായിട്ട് അവർ കരുതുന്നു. ചോദിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം, അല്ലാതെ മറ്റ് അവരുടെ പ്രണയ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ ഡേറ്റിംഗ് ആവശ്യങ്ങൾക്കോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും ആരും അഭിമാനമുള്ള ഒരു വ്യക്തിയും പാരൻസിനോട് പണം ചോദിക്കില്ല. പാരൻസിനോട് പണം ചോദിക്കരുത്, പിന്നെ സ്പൗസിനോട് ചോദിക്കുമായിരിക്കും. അപ്പോൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനോട് പണം ചോദിച്ച് അവളെ ആക്രമിക്കാൻ മാത്രം നീചമായ വ്യക്തിത്വം സൂക്ഷിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മളുടെ യുവതയുടെ ഇടയിലുണ്ട് എന്ന് പറയുന്നത് അങ്ങേയറ്റം അപമാനകരമായ കാര്യമാണ്. അത് ആണത്തമില്ലായ്മയാണ്. ആണത്തമെന്നൊന്നും വാക്കവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അതിനെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ വാക്കാണ് അവിടെ പ്രയോഗിക്കേണ്ടത്. അത്തരം വാക്കുകൾ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. തികഞ്ഞ വ്യക്തിത്വമില്ലായ്മയാണ്. ഒരു അട്ടയെപ്പോലെ മറ്റുള്ളവരുടെ ചോര വലിച്ചു കുടിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കണമെന്ന് വിചാരിക്കുന്നവർ, എത്ര ഒക്കെ തൻ്റെ പ്ലേറ്റിൽ വന്ന് വീണാലും മതിയാവാത്ത മനുഷ്യർ, അത്തരം ആർത്തിയുള്ള മനുഷ്യരെ തിരിച്ചറിയുകയും അവരെ സൗഹൃദ ബന്ധങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ വലിയ കുറ്റകൃത്യങ്ങളാണ്, നീചത്തരങ്ങളാണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിനെ കഴിഞ്ഞും വലിയ നീചത്തരമാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു പ്രവൃത്തി ഉണ്ടായാൽ ഉടനെ തന്നെ ചെയ്യേണ്ടത് യുനാനിമസ് ആയിട്ട് എല്ലാവരും അയാളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുകയും അതിനെ എതിർക്കുകയുമാണ്. ശിക്ഷ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. ആ തെറ്റിനെ എതിർക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് തെറ്റാണ്, ഈ പ്രവൃത്തി ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുത്. അത് അവൻ്റെ പാരൻസ് ആയിക്കൊള്ളട്ടെ, അവൻ്റെ ബന്ധുക്കളായിക്കൊള്ളട്ടെ, അവൻ്റെ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, ആദ്യം ചെയ്യേണ്ടത് ഈ ചെയ്ത പ്രവൃത്തി തെറ്റാണ്. അത് ചൂണ്ടിക്കാണിക്കുകയും ആ തെറ്റിനെതിരെ നിൽക്കുകയുമാണ് ചെയ്യേണ്ടത്. തെറ്റ് ചെയ്ത വ്യക്തി എന്ത് ചെയ്യണം എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. പോലീസുകാരെ സംബന്ധിച്ച് തികച്ചും നിയമപരമായ വിഷയമാണ്. അവരുടെ അടുത്ത് ഇത്തരമൊരു കേസെത്തിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യേണ്ടു എന്ന് ആരും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതിൽ പരിക്ക് പറ്റിയ വ്യക്തിക്ക് അനുകൂലമായി നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി. പരിക്ക് പറ്റിച്ച ആൾ കുറ്റവാളിയാണ്, അയാളെ കുറ്റവാളി എന്ന നിലയ്ക്ക് കൈകാര്യം ചെയ്യുക. പിന്നീട് കുടുംബങ്ങൾ തമ്മിലുള്ള സംസാരത്തിനിടയിലൂടെ ആ പ്രശ്നം തീരുകയോ തീരാതിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ആ വഴിക്ക് പോകും. നേരെ മറിച്ച് പോലീസിനെ സംബന്ധിച്ച് അതിൻ്റെ നിയമപരമായ വിഷയങ്ങളാണ് അവർ നോക്കേണ്ടിയിരുന്നത്. നിശ്ചയമായും അവർക്ക് അത്തരം പ്രവൃത്തികളിൽ തെറ്റായ രീതിയിൽ ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വളരെ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടായി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്, ആശാവഹമായ കാര്യമാണ്. അപ്പം ആ കാര്യങ്ങൾ സംഭവിക്കുന്നു.
ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ള വേറൊരു വിഷയം, ഇതിനൊക്കെ ലഹരിയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. ലഹരി എന്നുള്ളത് വളരെ റൊട്ടീൻ പോലെ ആയിപ്പോയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചാറ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചാറ്റിംഗ് അല്ല, കുട്ടികളുടെ ലെവലിലുള്ള ചാറ്റിംഗ് അല്ല, ഞങ്ങൾ BSc കാലഘട്ടത്തിൽ ഒന്നിച്ച് പഠിച്ച സുഹൃത്തുക്കൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ സോഷ്യൽ പോസ്റ്റിംഗ് ചെയ്യും, ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അപ്പം ഞാൻ പൊതുവേ അങ്ങനെ സംസാരത്തിൽ ഇടപെടുന്ന ആളല്ല. എനിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോസ്റ്റ് കിട്ടിയാൽ ഞാൻ ഒന്ന് ഫോർവേഡ് ചെയ്യും. അവരുടെ ഇതിനകത്ത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നോക്കും, നല്ലതെന്ന് കണ്ട എടുത്തൊരു സ്റ്റാറ്റസ് ഇടും, അത്രയൊക്കെയുള്ള തരത്തിലുള്ള. അപ്പോൾ അതിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം US താമസിക്കുന്ന ആളാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, വീട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഈ വീടെന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കാം, WEED വീട്. വീടെന്ന് പറഞ്ഞാൽ അത് ഈ ഓപ്പിയം പ്രോഡക്ട്സിന്, അതായത് കറുപ്പുമായി ബന്ധപ്പെട്ട പ്രോഡക്ട്സിന് സായിപ്പ് ഉപയോഗിക്കുന്ന വാക്കാണ് വീട് എന്ന് പറയുന്നത്. അപ്പോൾ വീട് ഉപയോഗിക്കുന്നതല്ല, പഞ്ചസാരയേക്കാൾ സേഫാണ് വീട്. അത് കിഡ്നിക്ക് അസുഖം ഉണ്ടാക്കുകയില്ല, കരളിന് അസുഖം ഉണ്ടാക്കുകയില്ല. ചെറുതായിട്ട് ഉപയോഗിച്ചാൽ ഭയങ്കര രസമാണ്, ഭയങ്കര യൂസ്ഫുള്ളാണ്, നമ്മൾ ഭയങ്കര ക്രിയേറ്റീവ് ആവും. അപ്പോൾ എത്ര കോമൺ ആയിട്ടാണ് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത്. ഐ എം 60 years old. അപ്പം എൻ്റെ ഈ സുഹൃത്തെന്ന് പറയുന്ന ആൾ 60 years old-ആണ്. അയാൾ അത്രയും പ്രായമുള്ള മനുഷ്യൻ, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ഹീസ് ഓൾസോ MSc കെമിസ്ട്രി ഐ തിങ്ക്. വളരെ ചെറുപ്പത്തിൽ ഞാൻ BSc കഴിഞ്ഞ് കാലഘട്ടത്തിൽ എനിക്ക് അദ്ദേഹം പരിചയം. എനിക്ക് തോന്നുന്നു അദ്ദേഹം BSc കഴിഞ്ഞ് അപ്പം തന്നെ US പോയതാണ്. അപ്പോൾ US അതിന് 40-40 വർഷമായ ആളാണ്. അപ്പോൾ അദ്ദേഹം, ഞങ്ങളതിന് ശേഷം കണ്ടിട്ടൊന്നുമില്ല, ഈ സോഷ്യൽ മീഡിയയിലുള്ള കോണ്ടാക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പോലെ അത് അത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ ആ ഒരു ലഹരിയെക്കുറിച്ച് ഇത്രയും ലഘുവായി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് എത്ര കോമൺ ആയിപ്പോയി ചിന്തിക്കണം. അപ്പോൾ ഒരുപക്ഷെ നമ്മളുടെയൊക്കെ കുട്ടികൾ, വിദേശത്ത് പോകുന്നവർ പലരും ഇത്തരം ഒരു മൂല്യച്യുതിയിലേക്ക്, ഇത് മൂല്യച്യുതിയാണ്, അതായത് ഒരു ഹ്യൂമൻ വാല്യൂ അത് തിരിച്ചറിയപ്പെടാതെ പോവുകയാണ്. തെറ്റുകളിനെ അതിൻ്റെ സുഖം കണ്ട് സുഖിക്കാവുന്നൊരു തെറ്റാണെങ്കിൽ ആസ്വദിച്ച് കളയാമെന്ന് ചിന്തിക്കുക, അതിനെയാണ് നമ്മൾ മൂല്യച്യുതി എന്ന് വിളിക്കുന്നത്. ആ മൂല്യച്യുതിയുടെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നു, തിരിച്ചറിവില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ തിരിച്ചറിവില്ലാത്ത അവസ്ഥയിലാണ് സ്ത്രീയെ ആക്രമിക്കുന്നതൊന്നും ഒരു നീചത്തരമായി തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. സ്ത്രീയെ ആക്രമിക്കുന്നവൻ്റെ ഒരു പുരുഷനല്ല. പുരുഷന് ദൈവം കായിക ബലം കൊടുത്തിട്ടുള്ളത് സ്ത്രീയെ സംരക്ഷിക്കാനാണ്. സ്ത്രീയെ ആക്രമിക്കുന്നവന് പുരുഷനല്ല, അവന് വേറെ പേര് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ്. സമീക്ഷ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റു ചില വിഷയങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം.